നമ്മൾ എത്തിയിരിക്കുന്നത് ഇഞ്ചിപ്പുളി അല്ലേ നിഷേച്ചി? ഇഞ്ചിപ്പുളി ആയിട്ടാണ്. ഇഞ്ചിക്കറി എന്നൊക്കെ പറയാം. ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിലൊക്കെ ഇഞ്ചിപ്പുളി എന്നാണ് അല്ലേ? ഇഞ്ചിക്കറി എന്നൊക്കെ പറയും. ഇത് ഇഞ്ചി അരിഞ്ഞത് വറക്കാനുള്ളതാണ്. ഉള്ളി, കൊച്ചുള്ളി അത് നമ്മൾ വറുത്തെടുക്കണം. മുളക് ചെറുതായിട്ടരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്തിരി ഉലുവാപ്പൊടി ചേർക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം ഉപ്പും പുളിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശർക്കര, പുളി വെള്ളത്തിലിട്ടേക്കോ പിഴിയാൻ, കായം, പിന്നെ ഒരു ഇത്തിരി ജീരകം ഞങ്ങൾ ചേർക്കും, ഒരു ശകലം. അതിന് എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചേർക്കും. പിന്നെ കടുക്. ഇത്രയാണ് വേണ്ടിയത്. നമ്മൾ ഇതിന് വേണ്ടി തേങ്ങ ഒന്ന് ഫസ്റ്റ് വറുത്തെടുക്കാം. ഈ തേങ്ങ നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും അല്ലേ? തേങ്ങയാണ് ആദ്യം. തേങ്ങ പായസത്തിന് അരിയുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കണം. അതിന് ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ടേസ്റ്റിന് നല്ലത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ തേങ്ങ ഇതിൽ നമ്മൾ പറഞ്ഞൊരു ജീരകം ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, ടേസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു? അങ്ങനെയല്ല, നമ്മളിപ്പോൾ തേങ്ങ വറുത്ത് അരച്ചാലും ഒരു നുള്ള് 2-3 ജീരകമായിട്ട് വരുന്ന രീതിയിലേ ഇടത്തുള്ളൂ. അത് എന്തോ ഞങ്ങളുടെ അമ്മ അങ്ങനെ ഇടും. അപ്പം ഞാൻ അത് കണ്ടല്ലേ പഠിച്ചിട്ടുള്ളത്. ഇത്തരം നമ്മൾ സാധാരണ ജീരകം, അവിയൽ, തോരൻ, നമ്മളെ തീയലിനും എല്ലാം ഇത്തിരി ഒന്ന് ആഡ് ചെയ്യും. തീയലുകൾ അരക്കത്തില്ലേ, അതിനും എല്ലാം ഇത്തിരി. അതുകൊണ്ടാണല്ലോ നമ്മൾ തെക്കും വടക്കുകാരും നമ്മൾ പാചകത്തിൻ്റെ ഒരു അല്ലേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്, ചേരുവകളിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നമുക്ക് തേങ്ങ ഇടാമേ വറുക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ടയിലെ കറി നിങ്ങളുടെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യസ്തമായുള്ള ടേസ്റ്റ് അല്ലേ? രണ്ടും രണ്ടല്ലേ? ഞങ്ങളുടെ സദ്യയിൽ തെക്കോട്ട് മീൻസ് തിരുവനന്തപുരം, കൊല്ലം മുതൽ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ്, പയർ വെച്ചിട്ടുള്ളൊരു പരിപ്പുണ്ട്. അത് സദ്യക്ക് ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളത് കണ്ടിട്ടില്ല. ആ ഒരു സാധനം സാമ്പാറാണ്. അല്ല, ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പരിപ്പ് നമ്മൾ വറുത്ത് അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലില്ലേ അതിൽ വെച്ച് ഇങ്ങനെ ചുമ്മാ നിരക്കി പച്ച കളർ മാറ്റിയിട്ട് പാറ്റിയൊക്കെ വെള്ളത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് കാലത്ത് എന്റെ ഓണത്തിന്റെ തലേന്നൊക്കെ അമ്മമാര് പയറ് ഉലുവ ചേർക്കുക. പയർ എവിടെ നോക്കിയാൽ ഇതിന്റെയൊക്കെ നല്ല മണമാണ്. എവിടെ ചെന്നാ എപ്പോഴും അന്തരീക്ഷം മുഴുവൻ കല്യാണ സദ്യ, ഓണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് പൊതുവെ ഇഞ്ചി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അല്ലേ? അപ്പം നമുക്ക് തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഉള്ളിയും വറുത്ത് ഏതോ കവി അല്ലെ ചേച്ചി, ഏതോ കവി പാടിയ പോലെ പപ്പടം കാച്ചും പരിമളം തിക്കുമടുക്കള ജാലകത്തിൽ. ഇപ്പം നമുക്ക് തേങ്ങ ആയിട്ടുണ്ട്. തേങ്ങ കോരി എടുത്തിട്ട് ഇഞ്ചിയും ചുമന്നുള്ളിയും എല്ലാം വറുത്ത് പൊടിച്ചോണ്ട് വരാം. അപ്പോഴത്തേക്കിന് നമുക്ക് ഇതേപോലെ ഇതെല്ലാം ഈ ബ്രൗൺ നിറമാവുന്നത് വരെ തന്നെ വറക്കണം. നമ്മൾ ഉള്ളി വറുത്തെടുത്തു. ഉള്ളി വറുത്തെടുത്ത് ഞാൻ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചതാണ്. പിന്നെ ഇത് തേങ്ങ വറുത്തത്, ഇത് നമ്മൾ ഇഞ്ചി വറുത്ത് പൊടിച്ചത്, മിക്സി വറുത്ത് പൊടിച്ചതാണ്. കറിവേപ്പില കുറച്ചെടുക്കാം. പിന്നെ പച്ചമുളക്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുകുകൾ ഇതേ ഇങ്ങനെ ചാടി വീണ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് സത്യമാണല്ലേ? കടുകിടുക. അതുകൊണ്ടാണ് ചൂടായ എണ്ണയിലേക്ക് കടുകുകൾ വീഴുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടട്ടെ. ചടപട ചടപട ചടപട. പൊട്ടിയില്ല. ഈ കടുക് ഇടുന്നതിനകത്തും ഒരു ശാസ്ത്രമല്ലേ സത്യം പറഞ്ഞാൽ? ദഹന പ്രക്രിയ, ദഹനത്തിന് നല്ലതല്ലേ കടുക്? കടുകിട്ട് ഇനി നമ്മൾ ഈ മുളക് അങ്ങോട്ട് ഇടുകയാണ്. പച്ചമുളക്, കറിവേപ്പില. വിസ്ഫോടനങ്ങളിലൂടെ കറിവേപ്പിലയും പച്ചമുളകും കടുകും കൂടെ ഒന്നായി തീർന്നു. ഇനി നമുക്ക് പൊടി വകകൾ ചേർക്കണം. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ആദ്യമേ മല്ലി ഇടുക, മല്ലിപ്പൊടി ഇടുക. തീ ഒന്ന് കുറച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്ത്. മുളക് പൊടി ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് വേണ്ടി അത്രയും അങ്ങ് ചേർത്താൽ മതി. ഞാൻ അളവൊന്നും പറയാത്തത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, കാരണം ഓരോരുത്തർ എടുക്കുന്ന ക്വാണ്ടിറ്റി വ്യത്യാസമായിരിക്കുമല്ലോ.
അത് ശരിയാണ്. ഇപ്പം ഒരു കല സാമ്പാർ 2 സ്പൂൺ മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അർത്ഥം ഉണ്ടോ? എന്നിട്ട് നമുക്ക് പുളി പിഴുപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് നമ്മൾ അത് തന്നെ. എന്നിട്ട് അത് നമുക്കൊന്ന് ഒഴിച്ച് തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക, അവനവൻ്റെ ആവശ്യത്തിന്. ഉപ്പിന് എനിക്ക് കണക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. അല്ല, അതെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചല്ലേ ഉപ്പിൻ്റെ അളവൊക്കെ വരിക. ഇതിന് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. നമ്മുടെ ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളിയുടെ ഇതായിട്ട് എന്താണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തരുന്ന ചേച്ചി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഉപ്പും ഇപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളി ഒഴിച്ചു എല്ലാം കൂടെ ഒന്ന് തിളച്ചു വരാനുള്ള സമയമാണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് പൊടിച്ചു വെച്ച ഉള്ളി ചെറിയ ഉള്ളി വറുത്ത് ഒന്ന് കൈയും കൊണ്ട് പൊടിച്ചു വെച്ചതാ. എല്ലാവരും ചുമയ്ക്കും. എന്നിട്ട് ഇഞ്ചി നമുക്ക് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് കഞ്ഞിയും ഈ ഇഞ്ചിപ്പുളിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, പനിയൊക്കെ മാറും. ഇപ്പം ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ടോ? ഇഞ്ചിപ്പുളി ഇപ്പം ഇത്ര കട്ടിയായിട്ട് എണ്ണ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. തിക്കായിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണം ഇച്ചിരി കൂടെ. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ശകലൂടെ ചേർത്തേക്കാം. ബാക്കി ശർക്കരയോടെ ചേർത്ത് അപ്പം ഉപ്പും മധുരവും കൂടെ ബാലൻസ് ആവും. പുളിയും ഉപ്പും കൂടെ എരിവ്, പുളി, ഉപ്പ്, മധുരം, എരിവ് എല്ലാം കൂടെ മിക്സായ ഒരു കറിയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായം. ഇനി വാങ്ങാൻ നേരത്ത് കായവും ഇഞ്ചി ജീരകം നമ്മൾ അതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഞ്ചി പൊടിക്കുമ്പോൾ തന്നെ ജീരകപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടല്ലേ? ഒരു നുള്ളു ജീരകം, ഒരു 2-3 മണി മതി. അപ്പം നമ്മുടെ ഇത് ഇഞ്ചിക്കറി ഫിനിഷായി. ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കണ്ടതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുകാരും പത്തനംതിട്ടക്കാരും തമ്മിലുള്ള എന്താണ് ടേസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് കോരി അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഇഞ്ചിപ്പുളി കിട്ടുന്നത്. അങ്ങനെ നമ്മളിപ്പം കല്യാണത്തിന് പോയാലും ഇലയെ വിളമ്പുമ്പോൾ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു ഇതിലല്ലേ ഇഞ്ചിക്കറി കിട്ടുക. പക്ഷെ നമ്മുടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു തരി പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പം തരി വരും നമ്മൾ കടി. പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ ഒരു കടി വരും. നമ്മൾ വറുത്ത് തേങ്ങാക്കൊത്തിട്ടിട്ടില്ലേ. പിന്നെ ഉള്ളി നമ്മൾ മൊത്തത്തിൽ പൊടിച്ചിട്ടില്ലല്ലോ. ഉള്ളി കൈയും കൊണ്ടൊന്ന് ഞെരടി ഇട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയുടെ ഒരു ഇത് വരും. അപ്പം നമുക്കൊന്ന് ചുമ്മാ ഒരു കറിവേപ്പിലൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ചേച്ചി കേട്ടോ. ആഹാ, ഇപ്പം തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മധുരവും ഉപ്പും പുളിയൊക്കെ കൂടെ ആയിട്ട് അതെല്ലാം നല്ല ഒരു ശരിക്കുള്ള പ്രൊപ്പോർഷണൽ ലെവലിൽ അതെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. പറഞ്ഞ പോലെ ഉള്ളിയുടെയും ആ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് സൂപ്പറായിട്ട്. അപ്പം അവർ ടി വിയിലെ എല്ലാ പ്രേക്ഷകരും ഞാൻ വെച്ച ഈ ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം.